ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ കെണിയാണുള്ളത്. പേടിപ്പിക്കുകയല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ബാങ്ക് നമുക്ക് തരുന്ന ഒരു സൗജന്യ പണമാണെന്നാണ്. പക്ഷേ വാസ്തവത്തിൽ അതൊരു പണമല്ല, അതൊരു വലിയ കടം തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ അടുത്ത മാസത്തെ ശമ്പളം നമ്മൾ ഇന്ന് തന്നെ ചെലവാക്കുന്നു, അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ 2026 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായ ശമ്പളക്കാർക്കിടയിൽ ഏറ്റവും വലിയ ബാധ്യതയായി മാറുന്നത് ഇത്തരം ക്രെഡിറ്റ് കാർഡുകളാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കണം. നമ്മൾ ഒരു 10,000 രൂപ ക്രെഡിറ്റ് കാർഡ് വഴി ചിലവാക്കി. അത് കൃത്യസമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏകദേശം 36 മുതൽ 42% വരെയാണ് ഇതിന്റെ വാർഷിക പലിശ. ചിന്തിക്കാൻ പോലും വയ്യാത്ത അത്രയും വലിയ തുക. ഇവിടെയാണ് ബാങ്കുകളും ഫിൻടെക് കമ്പനികളും ലാഭം കൊയ്യുന്നത്. നിങ്ങളെ കടക്കെണിയിൽ വീഴ്ത്താൻ അവർക്ക് കൃത്യമായ പ്ലാനുകളുണ്ട്. എന്നാൽ ഈ കെണിയിൽ വീഴാതെ എങ്ങനെ രക്ഷപ്പെടാം, നമ്മുടെ പണം എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന് നമുക്ക് വളരെ ലളിതമായ 6 കാര്യങ്ങളിലൂടെ നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ലിമിറ്റ് നിശ്ചയിക്കേണ്ടത് ബാങ്ക് അല്ല, നിങ്ങളാണ് തിരിച്ചറിയുകയാണ്. ബാങ്ക് നിങ്ങൾക്ക് 1,00,000 രൂപയുടെ ലിമിറ്റ് തന്നു എന്ന് വിചാരിക്കുക. അതിനർത്ഥം നിങ്ങൾ 1,00,000 രൂപ ചിലവാക്കണം എന്നല്ല. നിങ്ങളുടെ മാസ വരുമാനത്തിന്റെ 30 അല്ലെങ്കിൽ 40% കൂടുതൽ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് വഴി ചിലവാക്കരുത്. ലളിതമായി പറഞ്ഞാൽ, ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രം ക്രെഡിറ്റ് കാർഡ് വഴി വാങ്ങുക. അനാവശ്യമായ ആഡംബരങ്ങൾക്കായി ക്രെഡിറ്റ് കാർഡ് നീട്ടുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ചിലവാക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണമല്ല, മറിച്ച് ഭാവിയിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കേണ്ട പണമാണ്. ഒരു കാർ ഓടിക്കുന്നത് പോലെയാണ്. കാറിന് 160 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ കഴിയും എന്ന് കരുതി നമ്മൾ നഗരത്തിലെ തിരക്കിൽ ആ സ്പീഡിൽ വണ്ടി ഓടിക്കില്ലല്ലോ. അതുപോലെ തന്നെ വേണം ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കൈകാര്യം ചെയ്യാൻ. സംഗതി നിസ്സാരമല്ലെന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിലെ കണക്കെടുപ്പാണ്. മാസാവസാന സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ മാത്രം ഞെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഓരോ ആഴ്ചയും ഒരുപക്ഷെ ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഒരു 5 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കാം. നിങ്ങളുടെ ബാങ്കിങ് ആപ്പ് തുറന്ന് കഴിഞ്ഞ ഒരാഴ്ച എന്തൊക്കെ ചിലവാക്കിയെന്ന് പരിശോധിക്കണം. ഫുഡ് ഡെലിവറി, ഓൺലൈൻ ഷോപ്പിംഗ്, സബ്സ്ക്രിപ്ഷനുകൾ, ഇവയൊക്കെ കൂട്ടി നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ വലിയൊരു തുക പോയിട്ടുണ്ടാകും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. ചെറിയ ചെറിയ ചിലവുകളാണ് പലപ്പോഴും വലിയ ബാധ്യതയാകുന്നത്. ഈ ആഴ്ചയിലെ പരിശോധന ഒരു എയർലി വാർണിംഗ് സിസ്റ്റം പോലെ പ്രവർത്തിക്കും. അധികം ചിലവാക്കുന്നു എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ ഒരു ബ്രേക്ക് ഇടാൻ നമുക്ക് സഹായകരമാകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, മിനിമം ഡ്യൂ എന്ന ചതിക്കുഴിയാണ്. ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോൾ അതിൽ മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് കണ്ടിട്ടുണ്ടാവും. ഇത് മാത്രം അടച്ചാൽ മതി എന്ന് വിചാരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ബാക്കി വരുന്ന തുകയ്ക്ക് ബാങ്ക് ഈടാക്കുന്ന പലിശയും അതിന്റെ കൂടെയുള്ള GSTയും എല്ലാം കൂടി ചേരുമ്പോൾ നിങ്ങൾ ഒരു വലിയ ചക്രവ്യൂഹത്തിലകപ്പെടും. സത്യം പറഞ്ഞാൽ ഒരിക്കൽ ഈ കുരുക്കിൽപ്പെട്ടാൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ വർഷങ്ങൾ എടുത്തേക്കാം. അതുകൊണ്ട് ബില്ല് വരുമ്പോൾ മുഴുവൻ തുകയും അടയ്ക്കാൻ ശീലിക്കുക. പണമില്ലെങ്കിൽ വലിയ ചിലവുകൾ EMI ആയി മാറ്റുന്നതാണ് മിനിമം ഡ്യൂ അടച്ചു പലിശ കൊടുക്കുന്നതിനേക്കാൾ നല്ലത്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിന് വെറുതെ ബാങ്കിന് നമ്മൾ പലിശ കൊടുക്കണം? നാലാമതായി, ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. ഇതൊരു സാങ്കേതികമായ വാക്കായി തോന്നാം. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ആകെ ലിമിറ്റിന്റെ 30% താഴെ മാത്രം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് 1,00,000 രൂപയാണ് ലിമിറ്റ് എങ്കിൽ 30,000 രൂപയിൽ കൂടുതൽ ചിലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും ഫുൾ ലിമിറ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ബ്യൂറോകൾ നിങ്ങളെ ഒരു കടബാധ്യതയുള്ള ആളായിട്ടായിരിക്കും കാണുന്നത്. ഇത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ മോശമായി ബാധിക്കും. ഭാവിയിൽ ഒരു വീട് വെക്കാനോ ബിസിനസ് തുടങ്ങാനോ ലോൺ എടുക്കുമ്പോൾ ഈ സ്കോർ കുറയുന്നത് വലിയ തിരിച്ചടിയാകും. കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടണമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം നിയന്ത്രിച്ചേ പറ്റൂ. അഞ്ചാമത്തെ കാര്യം, കാർഡുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ്. എല്ലാ ബാങ്കുകളും ഫ്രീ ആയി കാർഡ് തരുന്നു എന്ന് കരുതി 5ഉം 10ഉം കാർഡുകൾ കയ്യിൽ വെക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. ഓരോ കാർഡിന്റെയും ഡ്യൂ ഡേറ്റ് ഓർത്തിരിക്കാനും ചിലവുകൾ ട്രാക്ക് ചെയ്യാനും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. പരമാവധി 2 കാർഡുകൾ മാത്രം ഉപയോഗിക്കുക. ഒന്ന് പെട്രോളിനോ ഗ്രോസറിക്കോ, മറ്റൊന്ന് ഓൺലൈൻ ഷോപ്പിങ്ങിനോ വേണ്ടി മാറ്റിവെക്കാം. കൂടുതൽ കാർഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ കൂടുതൽ ചിലവാക്കാനും പ്രേരിപ്പിക്കും. ഇത് ഒഴിവാക്കുക. ആറാമത്തെയും അവസാനത്തെയും കാര്യം, ഓട്ടോ ഡെബിറ്റ് സംവിധാനമാണ്. മനുഷ്യസഹജമായ മറവി കാരണം ബില്ലടയ്ക്കാൻ വൈകിയാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ സാരമായി ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൃത്യസമയത്ത് പണം ഈടാക്കുന്ന രീതിയിൽ ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്യുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ബില്ലടയ്ക്കുന്ന ദിവസം അക്കൗണ്ടിൽ പണമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കും ഫ്രീലാൻസേഴ്സിനും വരുമാനം വരുന്നത് കൃത്യമായ തീയതികളിലായിരിക്കില്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ വരുമാനം വരുന്ന തീയതിക്ക് അനുസരിച്ച് ബില്ലിംഗ് സൈക്കിൾ മാറ്റാൻ ബാങ്കിനോട് ആവശ്യപ്പെടുക. ചെറിയൊരു മാറ്റം വലിയ ലാഭം തരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് ഒരു കത്തി പോലെയാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഉപകരിക്കും, അശ്രദ്ധമായാൽ മുറിവേൽക്കും. പുതിയൊരു കാർഡ് എടുക്കുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ 3 ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്നാമത്, നിലവിലുള്ള കാർഡുകൾ ഞാൻ കൃത്യമായി അടയ്ക്കുന്നുണ്ടോ? രണ്ടാമത്തത്, എൻ്റെ മാസ ചിലവ് എത്രയാണെന്ന് എനിക്ക് കൃത്യമായി അറിയാമോ? മൂന്നാമത്, ജോലി പോവുകയോ വരുമാനം നിൽക്കുകയോ ചെയ്താൽ 3 മാസത്തെ ബില്ലടയ്ക്കാൻ എൻ്റെ കയ്യിൽ കരുതൽ ധനമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇല്ല എന്നാണെങ്കിൽ പുതിയ കാർഡിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയേ വേണ്ട. നമ്മുടെ സാമ്പത്തികമായ അറിവില്ലായ്മയാണ് ബാങ്കുകളുടെ ലാഭം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ജയിക്കാം.
ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സംശയം വേണ്ട, നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.